എപ്പോഴും ചെല്ലുന്നതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യം കൊടുക്കാതെ അശ്രദ്ധമായിട്ടും താല്പര്യമില്ലാതെയൊക്കെ നമ്മൾ ചൊല്ലിക്കൂട്ടുന്നൊരു പ്രാർത്ഥനയാണിത്. വിശുദ്ധ അഗസ്ത്യൻ പറയുന്നുണ്ട്, ഭക്തിപൂർവ്വം നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോഴെല്ലാം നമ്മുടെ ലഘുപാപങ്ങൾ പോലും ക്ഷമിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ശിഷ്യന്മാർ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക എന്ന് ഈശോട് പറയുമ്പോൾ ഈശോ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണിത്. ഇതിൻ്റെ രചയിതാവ് എന്ന് പറയുന്നത് അത് മാലാഖമാരോ മനുഷ്യരോ ഒന്നുമല്ല, മാലാഖമാരുടെയും മനുഷ്യരുടെയും രാജാവായ യേശു ക്രിസ്തുവാണ് എന്ന് ഓർക്കണം. പുതിയ നിയമത്തിൻ്റെ സംഗ്രഹമാണ് ഈ പ്രാർത്ഥന എന്ന് തെർത്തുല്യം പറയുന്നുണ്ട്. മിസ്റ്റർ ലൂയിസ് ഡി മോൺഫോർട്ടിൻ്റെ ദിവ്യരഹസ്യങ്ങളുടെ പുഷ്പകിരീടം എന്ന പുസ്തകത്തിൽ ഈ പ്രാർത്ഥന സകല വിശുദ്ധരുടെയും സകല ആവശ്യങ്ങളെയും സകല പ്രാർത്ഥനകളെയും പിൻപിലാക്കുന്നു എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ഈ പ്രാർത്ഥനയിലൂടെ നാം ദൈവത്തെ ഏറ്റവും ഉന്നതമാംവിധം സ്തുതിക്കുകയാണ്. സകല മാനുഷിക പരിമിതികളുമുള്ള നാം സ്വയം രൂപകൽപ്പന ചെയ്ത മറ്റെല്ലാ പ്രാർത്ഥനകളെക്കാളും ഈ പ്രാർത്ഥന സ്വർഗസ്ഥനായ പിതാവ് ശ്രവിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. നിർഭാഗ്യവശാൽ നമ്മളെല്ലാവരും മനുഷ്യരെഴുതി ഉണ്ടാക്കിയ മറ്റു പ്രാർത്ഥനകളുടെയും പുസ്തകങ്ങളുടെയും പുറകെ പോകുമ്പോൾ ഈ സ്വർഗസ്ഥനായ പിതാവ് എന്ന ദൈവം നേരിട്ട് തന്ന ഈ പ്രാർത്ഥന പലപ്പോഴും വിസ്മരിക്കപ്പെടുന്നത് ഏറ്റവും വലിയ ഗുരുതരമായ ഒരു പ്രലോഭനമാണ്. ശുദ്ധജലത്തെ നിരാകരിച്ച് മലിനജലത്തെ സ്വീകരിക്കുന്ന ഒരവസ്ഥയാണിത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഈ മനോഹരമായ പ്രാർത്ഥന ആവർത്തിച്ചു ചൊല്ലുവാനും ഭക്തിപൂർവ്വം അർപ്പിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ഈ ഒരു ചിന്തയോടെ ഈശോ പഠിപ്പിച്ച ഈ മനോഹരമായ പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ.